ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിതമായി ചിന്തിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു പുഴയുടെ അടുത്തുള്ള കാട്ടിൽ ചിന്തകൻ എന്നൊരു ആമയുണ്ടായിരുന്നു. അവൻ എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചു കൊണ്ടിരിക്കും. ഒരു ദിവസം പുഴ കടന്ന് അപ്പുറത്തെ കാട്ടിലേക്ക് പോകണം. അവിടെ നിറയെ പുതിയ പുല്ലുകളും മരങ്ങളും ഉണ്ടെന്ന് കേട്ടു. ചിന്തകൻ പുഴയുടെ അടുത്തേക്ക് നടന്നു. പുഴ കണ്ടപ്പോൾ അവൻ ആലോചിക്കാൻ തുടങ്ങി. ഈ പുഴയ്ക്ക് എത്ര ആഴമുണ്ടാകും? ഇതിൽ മുതലകളുണ്ടോ? ഒഴുക്ക് കൂടുതലാണോ? ഞാൻ നീന്തുമ്പോൾ മുങ്ങിപ്പോകുമോ? അപ്പുറത്തേക്ക് എത്താൻ എത്ര സമയമെടുക്കും? അവൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ വേഗൻ എന്നൊരു മുയൽ അങ്ങോട്ട് വന്നു. വേഗൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ പുഴയിലേക്ക് ചാടി അപ്പുറത്തേക്ക് നീന്തി കയറി. എന്നിട്ട് ചിന്തകനെ നോക്കി ചിരിച്ചു. ചിന്തകൻ വീണ്ടും ആലോചിച്ചു. മുയൽ വേഗത്തിൽ നീന്തി, പക്ഷെ എനിക്കെത്ര വേഗമില്ല. ഒരു കല്ലെടുത്ത് പുഴയിലേക്ക് ഇട്ട് നോക്കിയാലോ? ആഴമറിയാൻ. അതോ ഒരു മരക്കൊമ്പ് ഉപയോഗിച്ച് നോക്കിയാലോ? അവൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് സമയം കളയുകയായിരുന്നു. അപ്പോഴാണ് ജ്ഞാനി എന്ന ആന അതുവഴി വന്നത്. ആന ചിന്തകനോട് ചോദിച്ചു, എന്താ ചിന്തക, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ചിന്തകൻ പറഞ്ഞു, എനിക്ക് ഈ പുഴ കടന്ന് അപ്പുറം പോകണം. പക്ഷെ എനിക്ക് പേടിയാണ്. എങ്ങനെ കടക്കുമെന്ന് ആലോചിക്കുകയാണ്. ജ്ഞാനി ആന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചിന്തക, നീ ആലോചിക്കുന്ന സമയം കൊണ്ട് വേഗൻ അപ്പുറം എത്തിക്കഴിഞ്ഞു. ചിലപ്പോൾ ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിക്കുന്നതാണ്. എല്ലാ ഭാരവും മനസ്സിൽ വെച്ച് നീന്താൻ ശ്രമിച്ചാൽ നീ മുങ്ങിപ്പോകും. ഭാരം കുറച്ച് ധൈര്യമായി നീന്തുക. ചിന്തകൻ ആനയുടെ വാക്കുകൾ കേട്ട് ഒന്നു നിന്നു. അവൻ തന്റെ മനസ്സിലെ ഭയങ്ങളെയും അമിതമായ ചിന്തകളെയും ഒരു നിമിഷം മാറ്റി നിർത്തി. എന്നിട്ട് ധൈര്യമായി പുഴയിലേക്ക് ചാടി നീന്താൻ തുടങ്ങി. കുറച്ച് സമയത്തിനുള്ളിൽ അവൻ അപ്പുറത്തെത്തി. ഇതിന്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലായോ? അമിതമായി ചിന്തിക്കുന്നത് ഒരു ഭാരമാണ്. ചിലപ്പോൾ ഏറ്റവും നല്ല വഴി പ്രവർത്തിക്കുക എന്നതാണ്. ഭയങ്ങളെയും സംശയങ്ങളെയും മാറ്റി നിർത്തി മുന്നോട്ട് പോകുക.